ചേലാകർമ്മത്തിനിടെ പിഞ്ചുകുഞ്ഞ് മരിച്ച സംഭവത്തിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം TV വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. ജനം ഇംപാക്ട്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, പോലീസ് എന്നിവരോടാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കുഞ്ഞ് മരിക്കാനിടയായ സാഹചര്യം അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. DMO വസ്തുതാന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ചേലാകർമ്മം നടത്തിയ ക്ലിനിക്കിലെത്തി പരിശോധന നടത്തി. കാക്കൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ ഇന്നലെയാണ് കുഞ്ഞു മരിച്ചത്. ചേളന്നൂർ പിലാശ്ശേരി താഴത്തെ ദമ്പതികളുടെ കുഞ്ഞിനെ രാവിലെയാണ് ചേലാകർമ്മത്തിനായി കോൺഗ്രസ് ഭരണത്തിലുള്ള കോഓപ്പറേറ്റീവ് ക്ലിനിക്കിൽ എത്തിച്ചത്. ചേലാകർമ്മത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 8ാം മാസത്തിലാണ് കുഞ്ഞിന് മാതാവ് ജന്മം നൽകിയത്. 1 മാസവും 21 ദിവസവും പ്രായമാകവെയാണ് ചേലാകർമ്മത്തിനായി കൊണ്ടുവന്നത്. പ്രാഥമിക നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നുവെന്നായിരുന്നു സഹകരണ ക്ലിനിക് അധികൃതരുടെ വിശദീകരണം. അതേസമയം ക്ലിനിക്കിൽ ശിശുരോഗ വിദഗ്ധൻ ഉണ്ടായിരുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കുഞ്ഞിന്റെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത കാക്കൂർ പോലീസ് അന്വേഷണം തുടരുകയാണ്. ജനം, കോഴിക്കോട്.